എല്ലാ അമ്പലങ്ങളെ പറ്റി പറയുമ്പോഴും അതിന്റെ ഐതിഹ്യങ്ങളെ പറ്റി പറയുമ്പോഴും വളരെ പെർട്ടിക്കുലറാ, കൃത്യമായിട്ടാ അത് പറയുന്നത്. അതൊക്കെ ഇപ്പൊ എവിടുന്ന എനിക്കൊന്ന് കേട്ട് ശീലിച്ചായിരിക്കും വിഷ്ണുവേ. എനിക്കൊന്ന് ഒരുപാട് വീഡിയോകളും സിനിമകളും ഒക്കെ കണ്ട് കേട്ട് ശീലിച്ചതാകാനേ സാധ്യതയുള്ളൂ. അല്ല ഒരിക്കലും വായിച്ച്. മലയാളത്തിൽ നല്ലതായിരുന്നു കുഞ്ഞിലെ മുതലേ. മലയാളം എളുപ്പമായിരുന്നു എനിക്ക്. മലയാളം വായിക്കാനും ക്ലാസ്സിലാണെങ്കിലും മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എല്ലാം മലയാളമായിരുന്നു. ഹിന്ദിയിലോട്ടൊന്നും പോയിട്ടില്ല ഞാൻ. അപ്പം എനിക്കൊന്ന് കേട്ട് വന്നത് തന്നെയാണ്, വേറൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കളിക്കണം, തിരുവനന്തപുരമാണ്, അമ്മ പാറശാലയാണ്. അപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ല. ഞങ്ങൾ സംസാരിക്കുന്ന മലയാളം ഒരു ഡാൻസിങ് മലയാളമാണ്. പാറശാലയാണ് എൻ്റെ അമ്മയുടെ എൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പാറശാല തന്നെയാണ്. ഐര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഐരയല്ല, മാറാടി എന്ന് പറഞ്ഞ പ്രോപ്പർ പാറശാലയാണ്. അപ്പോൾ അവിടെ നിന്നും വരാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോഴാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നത്. ഇങ്ങനെ ഓളത്തിലാണ് ഞങ്ങൾ മലയാളം സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു കേട്ട് വന്നതായിരിക്കാം. പക്ക സ്ലാങ് അല്ലേ? എന്ത് അങ്ങനെ അതില് ഞാൻ അമ്മ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇപ്പൊ വിഷ്ണു നീ എവിടെ പോയിട്ടാ വരുന്നതെന്ന് പ്രോപ്പർ സ്ലാങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുമോന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലടോ, അങ്ങനെ തന്നെ. വിഷ്ണു നീ എവിടെ പോയിട്ട് പറഞ്ഞേ, അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അമ്മയും ഞാനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ചിന്നോട് പറയും, ചിന്നു ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നീ ഇട്ട് കഴിഞ്ഞാൽ തീരാമെന്നുള്ളതേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ. എല്ലാവർക്കും എൻ്റെ തനി സ്വഭാവം മനസ്സിലാവും. ഞാനും അമ്മയും സംസാരിക്കുന്നത് ഞങ്ങൾ പക്കാ തിരുവനന്തപുരം സ്ലാങ്ങിലാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നോളൂ. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഫോൺ വിളിച്ചല്ലോ, അതെ അമ്മ എന്തിനമ്മ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് നിങ്ങളെ പ്രശ്നം, ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ ഞങ്ങൾ. അപ്പോൾ ഉടനെ അമ്മ അവിടെ നിന്ന് പറയും, നീ എന്തിനാ എപ്പം നോക്കിയാലും വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല, എന്താടാ നീ അവിടെ ചെയ്യണം, ഇത് തന്നെയാണ്. സോ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വരുന്നത്. എവിടുന്ന് ഈ പാചകരത്നം ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചേ അല്ല ആണ്, പക്ഷെ ഇത്രയും എന്തൊരു പ്രിസൈസാ ഇപ്പൊ ഓരോ കാര്യം കട്ട് ചെയ്യുന്നതിലായാലും ശരി, അതിനകത്ത് ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് മുമ്പേ ഈ പാചകം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ എല്ലാ പാർട്ടീസിലും ഞാൻ തന്നെ കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ബിരിയാണി പാർട്ടി ഒരു ദിവസം എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ട് ഞാൻ ഒരു ദിവസം ബിരിയാണി വയ്ക്കുമ്പോൾ വിളിക്കാം. ഞങ്ങൾ സ്ഥിരം ബിരിയാണി വയ്ക്കലാണ് പരിപാടി. അവിടെ ഞങ്ങൾ കുറച്ചാൾ മുന്നേ വരെ എല്ലാ മാസവും ഒരു ബിരിയാണി പാർട്ടി ഉണ്ടാകാറുണ്ട് വീട്ടിൽ. ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എല്ലാ പരിപാടികളുണ്ട്. എല്ലാ സകലമാന പരിപാടികളുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള പരിപാടി. ചിന്നുവിനെ ഞാൻ കുക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് വേറെ കാര്യം. സമ്മതിക്കാറില്ല, ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത്. ഞാനത് എനിക്ക് രസമായിട്ട് തോന്നിയത് ഈ അട കട്ട് ചെയ്യുന്ന, കാരണം പാലട നമ്മൾ പലപ്പോഴും പാലട മിക്സ് വാങ്ങിച്ചിട്ട് ആളുകൾ ചെയ്യുന്നതാണല്ലോ കണ്ടത്. ഈ അട കട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് അപ്പോഴേ ശരിക്കും ഇത് ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നോ എന്നുള്ളത് പണ്ട് തൊട്ടുള്ളതാണ്. ചിന്നുവിനെ ഞാൻ വളച്ചതിൽ ഒരു കാരണം ഫുഡ് തന്നെയാണ്. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് വളച്ചത് ചിന്നുവിനെ. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഒരു സാധനമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഉണ്ടാക്കി നോക്കാം. ഓക്കെ, കട്ട്ലറ്റ് പിന്നെ നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണ്. പിന്നെ അത് പിന്നെ വളരെ എളുപ്പമാണ്. ഷെഫ് പിള്ളയുടെ റെസിപ്പി ഉണ്ട്. പിന്നെ അത് ശ്വേത ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് വർക്കായി. ഈ ഫുഡിനെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ട്രോളുകളുടെ ഒരു വരവോട് കൂട്ടാണ് പലപ്പോഴും ഈ ട്രിവാൻഡ്രം ഫുഡിനെയും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകളുടെയും ഈ നെഗറ്റീവായിട്ട് ട്രോളിക്കൊണ്ട് ഒരുപാട് ട്രോൾസ് വരുമായിരുന്നു. അവിടെ ഫുഡ് നല്ലതല്ല, അല്ലെങ്കിൽ അവിടുത്തെ നല്ല ഫുഡ് സ്പോട്ടുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കറിയാം ഇൻ റിയാലിറ്റി കേരളത്തിലെ ഏറ്റവും നല്ല ഹോട്ടലുകളൊക്കെ ട്രിവാൻഡ്രത്തുണ്ട്. എന്താ ശരിക്കും അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരാൻ കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രധാന പ്രശ്നം ഞങ്ങളുടെ ബിരിയാണിയാണ്. ഞങ്ങളുടെ ബിരിയാണി ഞങ്ങൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ തിരുവനന്തപുരം ബിരിയാണിയാണ് ഇഷ്ടം. എന്തായാലും ആരെങ്കിലും എന്തായാലും എന്നെ അയ്യോ മുരിങ്ങാക്കോലൊന്നും ഇല്ലടോ, അതൊക്കെ ആരായി പറയുന്നത്? മുരിങ്ങാക്കോലും പരിപാടിയൊന്നുമില്ല. ഇല്ല, ഞങ്ങൾ പൈനാപ്പിൾ ഇടും, ശരിയാണ്. ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളത് എന്താ പറയുക, എല്ലാവരും പറയുന്നത് പോലെ ചിക്കൻ കറി എടുത്ത് ചോറിൽ പൊതിഞ്ഞാൽ ബിരിയാണി ആവത്തില്ല എന്നാണ് ഞങ്ങളുടെ ബിരിയാണിയെ പറ്റി എല്ലാവരും പറയാറുള്ളത്. ബേസിക്കലി ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. വലിയ അരിയാണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പൊന്നി അരിയല്ല. നമ്മൾ ദം ചെയ്യാറില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു റെസിപ്പിയിലുള്ള ഒരു ചിക്കൻ കറീനെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ചോറ് വെച്ചിട്ട് അതിലൊരു മുട്ട വെച്ച് മുകളിലൊരു പൈനാപ്പിൾ വെച്ചാലാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബിരിയാണി ആകുന്നത്. എനിക്കിന്നും അത് തന്നെയാണ് ഇഷ്ടം. ചിന്നുവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. കാരണം മലബാറിൽ നിന്ന് വരുന്ന ആളാണ്. ദം ബിരിയാണി മാത്രമേ കഴിക്കത്തുള്ളൂ. പൊന്നിയരി, ചെറിയ അരിയിലുള്ള ജീരകശാല അരിയിലുള്ള ദം ചെയ്ത ബിരിയാണി മാത്രമേ എനിക്കാണെങ്കിൽ വർക്കാകത്തില്ല. ഞാനിപ്പോഴും ഞങ്ങളുടെ അവിടെ സംസമൊക്കെ ഉണ്ട്. സംസം അല്ല, ആസാദാണ് കറക്റ്റായിട്ട്. സംസം വീണ്ടും കാസർഗോഡുകാരുടെയാണ് സംസം എന്ന് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഈ പറഞ്ഞ പോലെ ആസാദ് ഉണ്ട്. എൻ്റെ ലാസ്റ്റ് ഇനി വരാൻ പോകുന്നൊരു റീൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഈ പ്രോപ്പർ ഞാൻ ഈ പറഞ്ഞ ബിരിയാണിയാണ്. വലിയ അരിയിൽ അടിയിൽ കുറച്ച് മസാല ഇട്ടിട്ട് ഒരു മുട്ടയും പിന്നെ ഒരു പൈനാപ്പിൾ നമുക്ക് മസ്റ്റാണ്. ഞങ്ങളിത് കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഒരു പൈനാപ്പിൾ എടുത്ത് കഴിച്ച് കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ളൂ. ഞാനെന്നും അത് ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം കുഞ്ഞിലെ മുതലേ ശീലിച്ച് വന്നുകൊണ്ടാകാം. എന്ന് പറഞ്ഞ് ദം ബിരിയാണി മോശമാണ്, എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ ഞാനിപ്പോഴും അതിനെയാണ്. അപ്പോൾ ഈ ബിരിയാണി കാരണമാണെന്നാണ് തോന്നുന്നത് എനിക്ക്. തിരുവനന്തപുരത്തുകാർക്ക് ഈ പറഞ്ഞ പോലെ വിനീതേട്ടനും ഇടയ്ക്ക് പറഞ്ഞല്ലോ, ആരാടാ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടുന്ന കുറേ എണ്ണം, അത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
പിന്നെ ട്രിവാൻഡ്രത്ത് ഇഷ്ടം പോലെ നല്ല സ്പോട്ടുകളുണ്ട് വിഷ്ണു. വിഴിഞ്ഞത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഫിഷ് ഫ്രൈ, പിന്നെ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ തന്നെ ഉണ്ട്, കേട്ടിട്ടില്ലേ? ഏറ്റവും എരിവുള്ള. പിന്നെ ഞങ്ങൾക്ക് കട്ടച്ചൽ കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നല്ല ചിക്കൻ പെരട്ട് കിട്ടും. അവണാ കുഴി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി തരാം, കേരളത്തിൽ ഞാൻ ഏറ്റവും നല്ലതെന്നല്ല പറയുന്നത്, വൺ ഓഫ് ദ ബെസ്റ്റ് ചിക്കൻ പെരട്ടും ലിവർ പെരട്ടും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഈ വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്ത ഒരു ബീഫിന്റെ അത് ഗുഡ് മോർണിംഗ് ഹോട്ടൽ. ഗുഡ് മോർണിംഗ് ഹോട്ടൽ അതൊക്കെ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങളുടെ ദേവി റെസ്റ്റോറൻറ്റ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, നല്ല ചൂര ഫ്രൈ കിട്ടും. വിഷ്ണു ഒരിക്കൽ കഴിച്ചു നോക്കിയിട്ട്, ഈ കഴിച്ചവരെന്തായാലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, നല്ല ഗംഭീര ചൂര ഫ്രൈ കിട്ടും. എനിക്ക് റസൂൽ പൂക്കുട്ടി സാറൊക്കെ വന്ന് കഴിച്ചിട്ട് പോയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾക്ക് മദേഴ്സ് വെജ് പ്ലാസ ഉണ്ട്, 365 ദിവസവും നല്ല ഉഗ്രൻ തിരുവനന്തപുരം സദ്യ കിട്ടുന്ന മദേഴ്സ് വെജ് പ്ലാസ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് നല്ല സ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ ബിരിയാണിയുടെ പേരിൽ ഞങ്ങളെ അധിക്ഷേപിക്കരുതേ. അതെ 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 എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഞങ്ങളുടെ ബിരിയാണി അങ്ങ് മാറ്റി വെച്ചേക്കും, ഞങ്ങളുടെ ബിരിയാണി കഴിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരം പറഞ്ഞെങ്കിൽ പാരഗൺ ഉണ്ട്, അജുവ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ ദം ബിരിയാണി കഴിച്ചിട്ട് ബാക്കി ഞങ്ങളുടെ സാധനങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ നമ്മളെ അധിക്ഷേപിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത് കാരണമാണ്, ഉറപ്പാണ്, നമ്മുടെ ബിരിയാണി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഈ ഒതന്റിക് ആയ സദ്യ, അതായത് ഈ ആസിഡ് ടു ആൽക്കലൈൻ pH വാല്യൂ നോക്കുന്ന വിധത്തിൽ വിഭവങ്ങൾ വിളമ്പുന്ന സദ്യ, അത് ട്രിവാൻഡ്രം കൊല്ലമാണെന്ന് പറയുന്നുണ്ട്. അവകാശമല്ല, ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെ ഒന്നും വിളമ്പുന്നില്ല. പിന്നെ ടേസ്റ്റിന്റെ കാര്യത്തിലും ട്രിവാൻഡ്രം കൊല്ലംകാർ ഒരിക്കലും അത് സമ്മതിക്കില്ല, ബാക്കിയുള്ള സദ്യകളാണ് ടേസ്റ്റ്. ശരിക്കും എന്താണ് ഈ സദ്യയുടെ പിന്നിലെ കാര്യം? സദ്യയുടെ പിന്നിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമില്ല. ഞങ്ങൾ കുറച്ച് എന്താ പറയുക വൈഡാണ്, ഞങ്ങൾ ഓർഡർ ഫോളോ ചെയ്യും, പ്ലസ് വൈഡാണ് ഞങ്ങളുടെ സാധനങ്ങളെന്ന് പറയുന്നത്. ഞങ്ങൾക്കൊരു 10-24 കറികളുണ്ടാവും. ഇപ്പം എൻ്റെ കല്യാണത്തിനാണെങ്കിൽ പോലും എറണാകുളത്ത് നിന്നായിരുന്നു, തൃപ്പൂണിത്തറ കല്യാണം എറണാകുളത്ത് വെച്ചായിരുന്നില്ല, തൃപ്പൂണിത്തറയിൽ നിന്നായിരുന്നു, കാറ്ററിങ് തൃപ്പൂണിത്തറയിൽ നിന്നായിരുന്നു. ആ പേര് ഞാൻ പറഞ്ഞു, വലിയൊരു ഫേമസ് ടീമിൻ്റെ ആയിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ബോളിയും പായസവും ഇല്ല. എനിക്കങ്ങ് ഭയങ്കര ഈ പറഞ്ഞ പോലെ അമ്മയും അത് ബോളിയില്ലേ, ഞാൻ പറഞ്ഞില്ല ബോളിയില്ല, 2 പായസമുണ്ട് പക്ഷേ ബോളിയില്ല. സുരേഷ് ഗോപി സാർ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്, നമ്മുടെ കുറച്ച്, അപ്പം ബോളി എന്തായാലും വേണം. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ മഹാബോളി അറിയാലോ, മഹാബോളി അറിയാം, മഹാബോളിയിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ബോളി തലേദിവസം രാത്രി ഇവിടെ എത്തിച്ച് പാൽപ്പായസത്തിൻ്റെ കൂടെ നിർബന്ധമായിട്ട് ഞാൻ ബോളി കൊടുത്താണ് വിട്ടെ. അപ്പോൾ ഈ എറണാകുളം തിരുവനന്തപുരം സദ്യ കഴിക്കാത്ത കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ പറഞ്ഞതാണ് ബോളി വിത്ത് പായസമാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാ, തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സദ്യ കുറച്ച് എല്ലാം കറക്റ്റായിട്ട് നോക്കിയാണ് പോകുന്നത്. അതിട്ടിട്ട് മാത്രമേ നമ്മൾ ഇതിടത്തുള്ളൂ, ഇതിട്ടിട്ട് മാത്രം ഒരു സദ്യ കൂടിയിട്ടുണ്ട്, നല്ല രസമല്ലേ, വിളമ്പുന്ന കാണാൻ തന്നെ കറക്റ്റായിട്ട് ടക്ക് 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 എന്ന് പോയി, അവിടെ നിന്ന് തിരിച്ച് ടക്ക് 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 ഇങ്ങോട്ട് വന്ന് കറക്റ്റ് സാധനങ്ങളൊക്കെ ഫോളോ ചെയ്ത് 3 പായസം, അതിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ബോളി, ചിലപ്പം പൂന്തി കിട്ടും. പൂന്തി അറിയോ? പൂന്തി എന്ന് പറയുന്നത് ഈ നമ്മുടെ ലഡുവിൻ്റെ ഈ കുരുകുരു സാധനം ഉണ്ടല്ലോ, എനിക്ക് കറക്റ്റാണ് പറഞ്ഞറിയാൻ അറിയത്തില്ല, മനസ്സിലായില്ലേ? സോ ബോളിക്ക് വരാൻ പൂന്തി കിട്ടും. പൂന്തി കിട്ടി അതിനേക്കാളും കേമമാണ്. പൂന്തിയും കുറച്ച് സേമിയ പായസവും കൂടെ കുഴച്ച് കഴിച്ചു നോക്കണം എൻ്റെ പൊന്നു വിഷ്ണുവേ. ഇതൊക്കെ നമ്മുടെ അവിടെ മാത്രം കണ്ടുവരുന്ന സാധനങ്ങളാണ്. സാധനം മനസ്സിലായല്ലോ? ഈ കുഞ്ഞു ബോൾസ്, ഈ ബോളിയെ പോലെ പ്രസാദമായിട്ട് കൊടുക്കും. കറക്റ്റ്, അതെ തന്നെ. അത് ഈ പറഞ്ഞ പോലെ പാൽ പായസം നമ്മുടെ സേമിയ പായസത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ കിട്ടുന്ന ഒരു സുഖം ഇതും തിരുവനന്തപുരത്ത് മാത്രം കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇങ്ങനെ ഈ സദ്യയുടെ കൂടെ സദ്യയുടെ കൂടെ അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കണം. അങ്ങനെ നമ്മളത് ഓർഡർ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ പറയുന്നത് നമ്മുടേതാണ് ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം അതായിരിക്കും. പിന്നെ ഇല നിറഞ്ഞിരിക്കും കേട്ടോ, 4, 3, 7 കഴിച്ചു കഴിഞ്ഞാലേ വിളമ്പുള്ളൂ. പിന്നെ ആ പരിപാടിയില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നെയ്യ് വരും, ചോറ് വരും, ചോറ് കഴിഞ്ഞ് നെയ്യ് വരും, നെയ്യ് കഴിഞ്ഞ് പരിപ്പ് വരും, പപ്പടം. ഇത് മൊത്തം കഴിച്ച് തീർക്കണം. തീർക്കുന്ന സമയത്തേക്കും സാമ്പാർ എത്തിയിരിക്കും. കറക്റ്റ് കഴിച്ച് കഴിയുമ്പോൾ സാമ്പാർ എത്തിയിരിക്കും. അത് വേറെ കാര്യമാണ്. അതെങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്നൊന്നും എനിക്കറിയത്തില്ല. കറക്റ്റാണ്. ഈ പരിപ്പും കൂട്ടി സാമാന്യം ഒരാൾ, ഇപ്പം ഞാനൊക്കെ കറക്റ്റ് കഴിച്ച് തരുമ്പോഴത്തേക്കും അടുത്ത ചോറത്തും ചോറിൻ്റെ കൂടെ സാമ്പാർ എത്തിയിരിക്കും. സാമ്പാർ തീരുമ്പോഴത്തേക്കും അടുത്ത നേരെ വരാൻ പോകുന്നത് രസം വരുന്നു, പുളിശ്ശേരി വരുന്നു, എല്ലാം കറക്റ്റായിട്ട് ടക്ക് 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 ടക്കനെ. ഈ കാൽക്കുലേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. ഓരോന്ന് കഴിച്ച് തരുമ്പോൾ സാധനങ്ങൾ. പിന്നെ രണ്ടാമത് ചോദിച്ചാലും തരാൻ സാധ്യത വളരെ കുറവാണ്. ഈ ബാക്കിയുള്ളിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടാമത് തരും. ഇപ്പം നമുക്ക് സാമ്പാർ കുറച്ച് അധികം വേണമെങ്കിൽ ആ പരിപാടിയില്ല. ഈ റൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പക്ഷേ ഉണ്ട് കേട്ടോ, ഇപ്പം പിന്നെ അതൊക്കെ ക്ലിയറാണ്. എത്ര ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും കിട്ടും. പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും ഒരൊറ്റ തവണ അപ്പോൾ പരിപ്പ് വന്നു കഴിഞ്ഞു. പിന്നെ പരിപ്പ് വേണമെങ്കിൽ അടുത്ത റൗണ്ടിൽ വന്ന് വീണ്ടും. യുദ്ധങ്ങളൊക്കെ നടക്കുക. ഇല്ലടോ, ഞങ്ങൾ എവിടെയാണ് യുദ്ധം ഉണ്ടാക്കി? നമ്മളെ 2 ജില്ലക്കാരെ തമ്മിൽ അടി ഉണ്ടാക്കിപ്പിക്കുകയാണ് കേട്ടോ വിഷ്ണു. ഞങ്ങൾ അടിയൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല, എനിക്കറിയത്തില്ല. അല്ല, ഈ അവസാനമല്ലേ പച്ചമോര് വരിക? ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗ്ലാസ്സിലും തരും കേട്ടോ. ആണെങ്കിൽ പച്ചമോര് രസമില്ല, ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗ്ലാസ്സിൽ ചോദിച്ചാൽ ഗ്ലാസ്സിലും തരും. ഇപ്പം ഗ്ലാസ്സിൽ തരും, പണ്ടൊന്നും ഗ്ലാസ്സിൽ തരത്തില്ല. ഇങ്ങനെ അറിയാലോ, ഇങ്ങനെ വേണം. അതാണ് അതിൻ്റെ ഡൈജഷൻ എന്ന് പറയുന്നത്. രസം ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡൈജഷൻ കിട്ടും.